ഹായ്, ഇതെൻ്റെ മോൻ റെഡിക്കാണ്. എൻ്റെ പേര് പെപ്സി എന്നാണ്. ഞങ്ങൾ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഇവന് 3.5 വയസ്സായപ്പോൾ തുടങ്ങി ശ്വാസം മുട്ടലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ ICUവിൽ തന്നെയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇൻഹേലറിലാണ് ചെന്ന് എത്തിയത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും മന്ത്ലി അവന് ഏത് സമയത്തും ഒരു ചുമ വന്നു കഴിഞ്ഞാൽ ഉടനെ അവന് ശ്വാസമുട്ടലിനായ ബുദ്ധിമുട്ടുണ്ടാകുകയും അപ്പോൾ തന്നെ ഇൻഹേലർ എടുക്കുക, അതായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു ദിവസം യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കമൻറ്റിൽ ഇങ്ങനെ ഡോക്ടർ പ്രീത ഉണ്ണീന്ന് കൺസൾട്ട് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് വേറൊരു വ്യക്തി അയച്ചേക്കുന്ന ഒരു കമൻറ്റാണ്. അങ്ങനെ അപ്പം അതിൽ നമ്പറോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിളൊന്ന് എടുത്തിട്ട് പ്രീത ഉണ്ണി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കടവന്ത്രയിലാണെന്ന് കൂടെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല, എങ്ങനെയാണെന്നറിയത്തില്ല, ജസ്റ്റ് പോയി കണ്ടു നോക്കാം, അങ്ങനെ ഒരു എന്തിലാണ് നമ്മൾ വരുന്നത്. അങ്ങനെ മോനും ഞാനും കൂടെ വന്നു. ഇപ്പോൾ 1 month ആവുന്നു നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. അവൻ ഇതേവരെ ശ്വാസം മുട്ടൽ വന്നിട്ടില്ല, പിന്നെ ഇൻഹേലർ ഉപയോഗിക്കേണ്ട ആവശ്യവും വന്നിട്ടില്ല. സാധാരണഗതിയിലെന്ന് പറഞ്ഞാൽ അവന് ഇടയ്ക്ക് ഇങ്ങനെ പനിയൊക്കെ വരും. അപ്പം 2 ആഴ്ച മുമ്പ് അവനൊരു പനി വന്നു. പനി വന്നതിന് ശേഷമാണെങ്കിൽ സാധാരണ ഒരു 2 വീക്സൊക്കെ ആയി പനി ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കാറുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോവും, പിന്നെ അത് ശ്വാസം മുട്ടലായിട്ട് മാറും. ആ ചുമ തന്നെ മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം പനി വന്നിട്ട് ഞങ്ങൾ ഹോമിയോ തന്നെ കൊടുത്തത്. ഹോമിയോ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 days അവന് ആ പനിയുടെ ചൂടുണ്ടായിരുന്നു. വേറെ യാതൊരു വിധമായ ബുദ്ധിമുട്ടും വന്നില്ല. 3.5 വയസ്സിൽ തുടങ്ങിയിട്ട് ഇത്രയും ഇതുവരെയും അവന് ഒരുപാട് സഫർ ചെയ്തു. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഇതിൽ നിന്നായിട്ടൊരു മോചനം നിങ്ങൾക്ക് കിട്ടുന്നത്. നീ ഓക്കെ അല്ലേ? ഇവിടെ വന്നതിന് ശേഷം ഏതൊരു പനി വന്നാലും അത് ഉടനെ പോകും. പണ്ടൊക്കെ പനി വരികയാണെങ്കിൽ 2 ആഴ്ച വരെ നിൽക്കുമായിരുന്നു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഡോക്ടർ പ്രീത ഉണ്ണിക്ക് താങ്ക് യു. ഇല്ല, അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ഇത് കാരണം ഒരുപാട് പേര് ഈ ഒരു കാര്യം അറിയാതെ ഇരിക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു.